പവർ റൂമിന്റെ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി നടന്ന അത്യന്തം വീറും വാശിയും ഉളവാക്കിയ വടംവലി മത്സരം ഒടുവിൽ ടണൽ ടീം പിടിച്ചെടുത്തിരിക്കുകയാണ്. അവസാന നിമിഷം വരെ പ്രതീക്ഷയില്ലാതിരുന്ന ടണൽ ടീമിലേക്ക് ജിൻഡോ ലാസ്റ്റ് ടൈമിൽ ചുവടുമാറിയത് ഒരു വൻ ട്വിസ്റ്റായി മാറി. അധികാരം ലഭിക്കുക എന്നുള്ളത് ഏതു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പവർ റൂമിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് ടണൽ ടീം ആഗ്രഹിച്ചപ്പോൾ ആദ്യം തന്നെ ജിൻഡോയെ ചാക്കിലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ജിൻഡോയുടെ കാല് പിടിച്ചിട്ട് ശരണ്യ പറയുകയാണ്, ചേട്ടാ ഞങ്ങളുടെ ടീമിലേക്ക് വരണമേ എന്ന്. കഴിഞ്ഞ ദിവസം ഈ ജിൻഡോയെയാണ് ഈ ശരണ്യ അവിടിട്ട് പട്ടിയെ തട്ടും പോലെ തട്ടിയത്. മോശമായ ഇന്റൻഷനോട് കൂടി എൻ്റെ ശരീരഭാഗത്ത് അയാൾ സ്പർശിച്ചു എന്ന് പറഞ്ഞ് അയാളെ അപമാനിച്ച ശരണ്യ ഇപ്പോൾ ജിൻഡോയുടെ കാല് പിടിക്കുന്ന ഒരു കാഴ്ച കൂടി അത്യന്തം കൗതുകകരമായി മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും എന്ന് പറയാറില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാം, തള്ളിക്കളഞ്ഞ കല്ല് ഇവിടെ ഇതാ മൂലക്കല്ലായി മാറിയിരിക്കുന്നു. എല്ലാവരും വട്ടുതട്ടുകയായിരുന്നു ജിൻഡോയെ. പക്ഷേ ഇപ്പോൾ അത്യന്തം വാശിയേറിയ ഒരു മത്സരം അവരുടെ മുമ്പിൽ ജയിച്ചേ പറ്റൂ എന്ന സാഹചര്യം വന്നപ്പോൾ ഈ തള്ളപ്പെട്ട കല്ലിനെ തന്നെ എല്ലാവരും പോയി ആശ്രയിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഇപ്പോൾ ജിൻഡോയുടെ കളത്തിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും രണ്ടാം തവണത്തെ വടംവലിയിലും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ജിൻഡോ ഉൾപ്പെടുന്ന ടണൽ ടീം അധികാരം പിടിച്ചെടുത്തു, അല്ലെങ്കിൽ വടംവലിയിൽ തകർപ്പൻ വിജയം കരസ്ഥമാക്കി. മത്സരം ബെസ്റ്റ് ഓഫ് 3 ആണ്. 2 തവണ ഒരു ടീം ജയിച്ചാൽ അതോടുകൂടി മത്സരം അവസാനിക്കുകയാണ്. അങ്ങനെയല്ലേ ബിഗ് ബോസേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, വേണേൽ ഒന്നുകൂടെ കൊടുത്തേക്കാം. ഈ മത്സരത്തിലെ വാസ്തവമായും യഥാർത്ഥ ഗെയിം ചേഞ്ചറായിട്ട് ജിൻഡോയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ജിൻഡോയ്ക്ക് അവിടെ മുക്തകണ്ഠം പ്രശംസയാണ്. ഇന്നലെ വരെ പട്ടിയെ തട്ടുന്നത് പോലെ തട്ടിയ പല ആൾക്കാരും ഇപ്പോൾ ജിൻഡോയെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു, ചായ ഇട്ട് കൊടുക്കാൻ മത്സരിക്കുന്നു. എന്തെല്ലാം പരിപാടികളാണ് കാണുന്നത്. നിലവിലുള്ള പവർ ടീമിനോടും അവരുടെ നടപടികളോടും ജിൻഡോയ്ക്ക് കടുത്ത എതിർപ്പും ഹൃദയത്തിൽ വേദനയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അധികാരം തനിക്കല്ല ലഭിച്ചത്, താൻ സപ്പോർട്ട് ചെയ്ത ടീമിനാണ് ലഭിച്ചതെങ്കിലും അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ ആഴ്ച ജിൻഡോയ്ക്ക് ലഭിക്കും എന്ന് ഉറപ്പാണ്. കാരണം അതുപോലെയുള്ള പാരിതോഷികങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ പവർ ടീമിലേക്ക് ഒരു വിളി വരാനും സാധ്യതയുണ്ടാവാം. എന്തായാലും ജിൻഡോയ്ക്ക് ഇതൊരു മധുര പ്രതികാരം തന്നെയാണ്. തന്നെ ആട്ടിയിറക്കി വിട്ടവർക്കും തനിക്ക് പണിഷ്മെന്റ് തന്നവർക്കും നല്ല ഒന്നാം തരം പണി, 8ന്റെ പണി തന്നെ തിരികെ കൊടുക്കുവാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ആ വലിയ സന്തോഷത്തിന്റെ സുദിനം. എന്തായാലും തുടർ ചലനങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ. അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം.